My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 259 എപ്പിസോഡിൽ കാലി സൾഫ്യൂറിക്കം എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ നിരവധി പർട്ടിക്കുലേഴ്സ് കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. ആസ്മ, ഗൊണേറിയ, ഇമ്പോട്ടൻസി, സ്ത്രീകളിൽ ഗർഭം അലസിപ്പോകലിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണത്തെ മറികടക്കുന്നതിൽ, അങ്ങനെ നിരവധി സാഹചര്യങ്ങളിൽ കാലി സൾഫ്യൂറിക്കത്തിൻ്റെ ഉപയോഗ സാധ്യതയെക്കുറിച്ച് കെൻ്റിയുടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിഗണിക്കാം. കോൺസ്റ്റിപ്പേഷൻ ദാറ്റ് ഈസ് വെരി ഒബ്സ്റ്റിനേറ്റ്, ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ, വിത്ത് സ്റ്റൂൾ ഡിഫിക്കൽട്ട്, സോഫ്റ്റ് ഓർ ഹാർഡ്, ഇൻസഫീഷ്യൻറ്റ് ഡ്യൂറിങ് മെൻസസ്, ഫ്രം ഇനാക്ടിവിറ്റി ഓഫ് ദി റക്റ്റം. മലാശയത്തിൻ്റെ പ്രവർത്തനമില്ലായ്മ, അതിൻ്റെ സ്പന്ദനങ്ങൾ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന മലബന്ധവും വയറിളക്കവും ഒരേപോലെ വരുന്നുണ്ട്. വളരെ കടുത്ത മലബന്ധം അത് വയറിളക്കമായിട്ട് മാറി മറിഞ്ഞു വരും. വളരെ പ്രയാസപ്പെട്ടാണ് മലം പോകുന്നത്. അത് മൃദുവായ മലമാകാം, ചിലപ്പോൾ കട്ടിയുള്ളതാകാം. കട്ടിയുള്ളതെന്നുള്ളത് കുറച്ച് പ്രൊവൻ്റാണ് ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്. ആർത്തവ കാലത്ത് ആവശ്യത്തിന് മലം പോകുന്നില്ല. ഡയറിയ ഇൻ ദ മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്, പെയിൻലെസ് ഓർ വിത്ത് ക്രാംസ് ഡ്യൂറിങ് മെൻസസ്. അപ്പോൾ വയറിളക്കം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. മിഡ് നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ആർത്തവ കാലത്തുണ്ട്. വലിച്ചുകോച്ചലൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ടാകാം. ക്രോണിക് ഡയറിയ, ഈ വയറിളക്കം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഒരു അവസ്ഥയാണ്. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഒഫൻസീവ് പ്യൂട്ടഡ് ഫ്ലാറ്റസ് വിച്ച് അമീറേറ്റ്സ് മെനി അബ്ഡോമിനൽ സിംറ്റംസ്. വല്ലാതെ ദുർഗന്ധമുള്ള, വളരെ ചീഞ്ഞ നാറ്റമൊക്കെ ഉള്ള കീഴ്വായി പോവും. അത് പോകുമ്പോൾ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് സമാശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ഹെമറേജ് ഫ്രം ദ ഈനസ്, ഹെമറോയിഡ്സ്, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, ലാർജ് ആൻഡ് ബ്ലീഡിങ്. അപ്പോൾ ഹെമറോയിഡ്സ് വളരെ പ്രൊമിനൻ്റാണ്. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പുറമേ ആകാം, അകമേ ആകാം, രക്തവാർച്ച ഉണ്ടാകുന്നതാകാം, വളരെ വലുതാകാം, ചെറുതുമാകാം. ഇൻവോൾട്ടറി സ്റ്റൂൾ, അറിയാതെ മലം പോകും. ഇനാക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല, ഇൻവോൾട്ടറി ആയിട്ടുള്ള എക്സ്പ്രഷനും ഇവിടെ ഉണ്ട്. വയലന്റ് ഇച്ചിങ് ഓഫ് ദ ഈനസ്, മലദ്വാരത്തിൻ്റെ അവിടെ വല്ലാതെ ഭയങ്കരമായ ചൊറിച്ചിൽ, അതും ഇറ്റാലിക്സാണ് കൊടുത്തിരിക്കുന്നത്. പെയിൻ ദ റക്ടം ആൻഡ് ഈനസ് ഡ്യൂറിങ് സ്റ്റൂൾ, ആഫ്റ്റർ സ്റ്റൂൾ, ബേണിംഗ് ഡ്യൂറിങ് ഡയറിയ, ഡ്യൂറിങ് സ്റ്റൂൾ, ആഫ്റ്റർ സ്റ്റൂൾ. അപ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെ, മലാശയത്തിനവിടെയൊക്കെ വേദനയുണ്ട്, പൊള്ളുന്ന തരത്തിലുള്ള വേദനയുണ്ട്. വയറിളകുന്ന സമയത്താണ് ഈ പൊള്ളൽ. അല്ലെങ്കിൽ ഈ വേദന മലം പോയ ശേഷം വേദന, മലം പോകുന്ന സമയത്ത് വേദന, പോയി പിന്നീട് അതിന് ശേഷവും വേദന. കട്ടിങ്, പ്രസ്സിങ്, സ്മാർട്ടിങ് ആൻഡ് ഗ്രേറ്റ് സോർനെസ്. വേദനയും എല്ലാ തരത്തിലുമുണ്ട്. വെട്ടുന്ന പോലെ, ഞെക്കുന്ന പോലെ, പൊള്ളുന്ന പോലെ ഒക്കെ ഉള്ള നീറ്റൽ ഒക്കെ ഉണ്ട്. സോർനെസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പാർട്സ് എസ്കോറിയേറ്റഡ്, അപ്പോൾ ഈ മലം പോകുന്നതിൻ്റെ അസിഡിറ്റി എന്തെങ്കിലും കൊണ്ടാകാം. അവിടെ തൊലി ദ്രവിച്ചു പോകും. സ്റ്റിച്ചിങ് ഇൻ ഏനസ്, സ്റ്റിച്ചിങ് ക്യാപിറ്റലിലാണ്, ഇറ്റാലിക്സ്, ഏനസ് ഇറ്റാലിക്സിലാണ്. അപ്പോൾ മലാശയത്തിലുള്ള, മലദ്വാരത്തിലുള്ള കുത്തുന്ന പോലുള്ള വേദന വളരെ പ്രൊമിനൻ്റാണ്. അർജിങ് ടു സ്റ്റൂൾ, ഇൻഎഫക്ച്വൽ, ആബ്സെൻ്റ് ഇൻ കോൺസ്റ്റിപ്പേഷൻ. മലം പോകാനുള്ളൊരു താല്പര്യം, ഒരു തോന്നലുണ്ടാവും, പക്ഷേ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് അങ്ങനത്തെ ഒരു തോന്നലുമില്ല. സ്റ്റൂൾ ഈസ് എക്സ്കോറിയേറ്റിംഗ്, ബ്ലാക്ക്, തിൻ ആൻഡ് ഒഫൻസീവ്. മലം അതിൻ്റെ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കറുത്ത നിറത്തിലാണ്, നേർത്തതാണ്, ദുർഗന്ധമുള്ളതാണ്. സ്റ്റൂൾ ബ്ലഡി, ഫ്രീക്വൻറ്റ്, ഒഫൻസീവ്, പ്യൂർലൻറ്റ്, വാട്ടറി, യെല്ലോ സ്ലൈം. അപ്പോൾ എല്ലാ തരത്തിലുള്ള മലമുണ്ട്. രക്തം കലർന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ദുർഗന്ധമുണ്ട്, വെള്ളം പോലെ പോകും, മഞ്ഞ നിറത്തിലുള്ള കഫം ആയിട്ടും പോകും. വെൻ കോൺസ്റ്റിപ്പേറ്റഡ് ദ സ്റ്റൂൾ ഈസ് ഡ്രൈ, ഹാർഡ്, നോട്ടി, ലാർജ്, ലൈക്ക് ഷീപ്പ് ഡങ്, സ്മോൾ. മലബന്ധമുള്ള സമയത്ത്, രണ്ടും മലബന്ധവും വയറിളക്കം ഉണ്ടല്ലോ. മലബന്ധമുള്ള സമയത്താണെങ്കിൽ വരണ്ടതാണ്, കട്ടിയുള്ളതാണ്, ആട്ടിൻ കാഷ്ടം പോലെ ചെറിയ ചെറിയ കട്ട പോലെ പോകാം, വലുതായിട്ടും പോകാം. ലാർജ് എന്നുള്ളത് ക്യാപിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലും പോകാം. അല്ലെങ്കിൽ ആട്ടിൻ കാട്ടം പോകുന്ന പോലെ ചെറിയ കട്ടകളാണ്, പക്ഷെ അത് വലിയൊരു ലംബായിട്ടും പോകാം. The stool is light colored and bileless.
പിത്തത്തിൻ്റെ അംശമില്ലാതെ ലൈറ്റ് കളറിൽ മലം പോകാം. ക്രോണിക് കാറ്റാറ ഓഫ് ബ്ലാഡർ, മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടും സ്ഥായിയായിട്ടുള്ള കഫസംബന്ധമായ പ്രശ്നമുണ്ട്. ദ പെയിൻ ഈസ് പ്രസ്സിങ് സ്റ്റിക്കിങ്, ബ്ലാഡറിലെ വേദനയും ഞെരിക്കുന്ന പോലുള്ള വേദന, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ, വടികൊണ്ട് അടിക്കുന്ന പോലുള്ള വേദന. ഇറ്റ് ഈസ് അർജിങ് ടു യൂറിനേറ്റ് അഗ്രിവേറ്റഡ് നൈറ്റ്സ്, കോൺസ്റ്റന്റ് ഓർ ഫ്രീക്വൻറ്റ് ഇൻഎഫക്ച്വൽ. അപ്പോൾ മൂത്രം പോകാനുള്ള ശങ്ക വർദ്ധിക്കുന്നു, അത് രാത്രിയിൽ കൂടുതലുണ്ടാകുന്നു, അസുസ്ഥിരമായിട്ടുണ്ടാകുന്നു, ഇടക്കിടക്ക് മൂത്രം പോകണം. ഇൻഎഫക്ച്വൽ, ചില നേരത്ത് മൂത്രം പോകണം തോന്നും, മൂത്രം പോകുകയുമില്ല. യൂറിനേഷൻ ഈസ് പെയിൻഫുൾ ഫ്രീക്വൻ്റ് അറ്റ് നൈറ്റ്സ്, വേദനയുണ്ട്, മൂത്രം പോകും വേദനയുണ്ട്, രാത്രി ഇടക്കിടക്ക് പോവും, തുള്ളിയായിട്ട് പോവും, നടക്കാൻ നേരത്ത് തുള്ളിയായിട്ട് മൂത്രം പോകുന്ന അവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ് വിത്ത് സ്റ്റിച്ചിങ് പെയിൻ, വൃക്കകളിൽ നീർവീക്കം ഉണ്ടായിട്ട് കുത്തുന്ന പോലത്തെ വേദന. ഗൊണോറിയ ഇൻ ദ അഡ്വാൻസ് സ്റ്റേജ്, ഗൊണോറിയ വന്നിട്ട് അതിൻ്റെ അവസാനത്തെ അവസ്ഥയിലാണ്. വിത്ത് ഗ്രീൻ ഓർ യെല്ലോ തിൻ ഓർ വിസിഡ് ഡിസ്ചാർജ്, പച്ച നിറത്തിൽ മഞ്ഞ നിറത്തിൽ പഴുപ്പ് തന്നെ ഡിസ്ചാർജായിട്ട് പോകും. ഗുണേറിയുടെ അവസാനത്തെ അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വായിൽ കൊഴുത്ത ദ്രാവകം ഇങ്ങനെ ഇടക്കിടക്ക് വരുമായിരുന്നൊരവസ്ഥ, ഒരു വയറുവേദനയ്ക്ക് മരുന്ന് കഴിച്ച ശേഷം. അദ്ദേഹത്തോട് ഈ കാലിസൾഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു കാര്യം, ഗൊണേറിയയുടെ അവസാന സ്റ്റേജിൽ യെല്ലോ ഗ്രീൻ ഡിസ്ചാർജ് ആവുന്ന അവസ്ഥയിൽ ഇത് വളരെ എഫക്റ്റീവാണെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു. അത് പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളെന്ന് പറയുന്ന നോവല്, ഈ ഗുഹ്യരോഗങ്ങൾ, ഗൊണേറിയ, സിഫിലിസ്, അതേപോലെ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഇരുളിൽ ജീവിക്കുന്ന മനുഷ്യർ, സെക്സ് വർക്കേഴ്സ് എന്നിപ്പോൾ പറയുന്ന തരത്തിലുള്ള ആളുകൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, ഇവരെയൊക്കെ സാഹിത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. സാഹിത്യകൃതികളിൽ ഇവർക്കൊക്കെ റോൾ ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനാണ് ബഷീർ. അദ്ദേഹത്തിന് ഈ ശബ്ദങ്ങൾ എന്നുള്ള നോവല് അതൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, യുദ്ധത്തിന് ശേഷം വരുന്നൊരു പശ്ചാത്തലത്തിലാണ്. ഗുണേറിയ പിടിപെട്ട ഒരു പട്ടാളക്കാരൻ. ഗുണേറിയുടെ ലക്ഷണങ്ങൾ നമ്മളുടെ സാഹിത്യകൃതികളിൽ ആദ്യമായിട്ട് വരുന്നതും വളരെ ശക്തമായ രീതിയിൽ വരുന്നതും ഈ ബഷീറിൻ്റെ ശബ്ദങ്ങളിലാണ്. അപ്പോൾ അതിൽ ബഷീർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ബഷീറിൻ്റെ കഥാപാത്രം സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്, അദ്ദേഹത്തിന് ഗുണേറിയ വന്നു. അയാളുടെ ഒരു സംഭാഷണത്തിലുണ്ട്, ഒരു സമുദ്രം മുള്ളാൻ തോന്നും പക്ഷെ ഒരു തുള്ളി പോവില്ല. ഇൻഎഫക്ച്വൽ അർജിങ്, ഒരു സമുദ്രം ഉള്ളിലുണ്ട്, അത് ഒഴിച്ചു കളയണമെന്ന് തോന്നും, അങ്ങനത്തെ അർജിങ് ഉണ്ട്, പക്ഷെ ഒരു തുള്ളി പോലും പോവില്ല. പോകാൻ നേരത്താണെങ്കിലോ അതിഭയങ്കരമായ വേദന. ആ മനുഷ്യനും ഇതേപോലെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഗുണേറിയുടെ അന്തിമ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനത് പറഞ്ഞു. അദ്ദേഹം കുറേ നേരം മിണ്ടാതിരുന്നു. സാധാരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമാശ പറയും, അല്ലെങ്കിൽ വഴക്ക് പറയും, തമാശയായിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യും അടുപ്പമുള്ളവരോട്. പക്ഷേ ഇത് പറഞ്ഞ പിന്നെ അദ്ദേഹം യാതൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ആ ഒരു വ്യഥ, മനുഷ്യൻ്റെ അങ്ങനെയുള്ള മനുഷ്യരുടെ വ്യഥകൾ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ ഗുണേറിയൻ അഡ്വാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇത് ഓർക്കുന്നേ ഉള്ളൂ. ഹെമറേജ് ഫ്രം ദ യുറേത്രയിൽ നിന്നും രക്തവാർച്ച, ബേണിംഗ് ഡ്യൂറിങ് യൂറിനേഷൻ, മൂത്രം ഒഴിക്കുമ്പോൾ പൊള്ളൽ, ആൻഡ് ഇൻ ദ മീറ്റസ്, മൂത്രദ്വാരത്തിൽ പൊള്ളൽ, കട്ടിങ്, വെട്ടുന്ന പോലെ വേദന. ദ യൂറിൻ ഈസ് ആൽബുമിനസ് ആൻഡ് ദിസ് റെമഡി ഹാസ് ബീൻ എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ആൽബുമിനറിയ ഫോളോവിങ് സ്കാർലറ്റ് ഫീവർ. അപ്പോൾ ആൽബുമിൻ്റെ സാന്നിധ്യമുള്ള മൂത്രം, അപ്പോൾ സ്കാർലറ്റ് ഫീവർ, ചെമ്പനി, അതിന് ശേഷം വരുന്ന ഈ മൊത്തത്തിൽ ആൽബുമിൻ വരുന്ന അവസ്ഥയിൽ കാലിസൾഫ്യൂറിക്കം വളരെയധികം ഉപകരിക്കും. സ്കാർലറ്റ് ഫീവറിന് ശേഷം വരുന്ന പല പ്രശ്നങ്ങളിലും ഇതിന് റോൾ ഉണ്ടെന്ന് അർത്ഥം. ദ യൂറിൻ ബേൺസ് ആൻഡ് ഈസ് ക്ലൗഡി, ഹൈ കളേർഡ്, കോപ്പിയസ് ഓർ സ്കാൻഡി, ഒഫൻസീവ് വിത്ത് റെഡ് ആൻഡ് പ്യൂറലൻറ്റ് സെഡിമെൻറ്റ്. മൂത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. അത് പൊള്ളലുണ്ട്, മൂത്രം ഇങ്ങനെ മേഘപടലം പോലെ ഇരുണ്ട നിറത്തിൽ, ഹൈ കളേർഡ് അല്ലെങ്കിൽ നിറം കടുത്ത വർണ്ണങ്ങളിൽ, കോപ്പിയസ് ധാരാളമായിട്ട് വരുന്നു, അല്ലെങ്കിൽ സ്കാൻഡി. ഈ രണ്ടും ഇറ്റാലിയൻസിലാണ്, രണ്ടും വരാം, ഓപ്പോസിറ്റ് കണ്ടീഷൻസാണ്. ധാരാളമായിട്ട് വരാം, തീരെ ഇല്ലാതെയും വരാം. ഒഫൻസീവ്, മൂത്രത്തിന് ദുർഗന്ധം. റെഡ് ആൻഡ് പ്യൂറലൻറ്റ് സെഡിമെൻറ്റ്, ചുവന്ന നിറത്തിലുള്ള അടിയിൽ ഊറുന്നു. ഈ ചുവന്ന നിറത്തിലുള്ള മൂത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലൊക്കെ പ്രശ്നമുണ്ടാകും. നമുക്കത് ധാരാളം മരുന്നുകളുണ്ട്, അത് കൃത്യമായിട്ടുള്ള ഔഷധം സെലക്ട് ചെയ്താൽ അവർ നമുക്ക് സുഖപ്പെടുത്താവുന്നേ ഉള്ളൂ. കോപ്പിയസ് വിസിഡ് മ്യൂക്കസ് ഇൻ ദ യൂറിൻ, മൂത്രത്തിൽ ധാരാളമായിട്ട് കഫം വരുന്നു. ഇമ്പോട്ടൻസി, ഞാൻ നേരത്തെ കാലിഫോസ് ബയോകെമിക് ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ, കാലിസൾഫ്യൂറിക്കത്തിലും
അത് വരുന്നുണ്ട് ഹോമിയോപ്പതിക് യൂസേജിൽ. ഇൻഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റസ്, വൃഷണങ്ങളിൽ നീർവീക്കം, കല്ലിപ്പ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് പീനിസ്, ലിംഗാഗ്ര ഭാഗത്ത് വീക്കം. ഓർക്കൈറ്റിസ്, വൃഷണവീക്കം ആഫ്റ്റർ സപ്രസ്ഡ് ഗൊണേറിയ. ഗൊണേറിയ സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ വൃഷണവീക്കം വരുന്നു. സാധാരണ പലർക്കും വരുന്നതാണ്. ഇവിടെ പൾസാറ്റിലുമായിട്ടുള്ള സാദൃശ്യം ഇവിടെ പറയുന്നുണ്ട്. ഇച്ചിങ് ഓഫ് ജെൻറ്റാലി ആൻഡ് സ്ക്രോട്ടം. അപ്പോൾ ജെൻറ്റൽസിൽ സ്ക്രോട്ടത്തിൽ ഒക്കെ ചൊറിച്ചിലുണ്ട്. ഡ്രോവിങ് ഇൻ ടെസ്റ്റസ്, വൃഷണങ്ങളിൽ വലിക്കുന്ന പോലുള്ളൊരു അനുഭവം. സെക്ഷൽ ഡിസയർ ഡിമിനിഷ്ഡ് ഓർ എൻറ്റയർലി ലോസ്റ്റ്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ലൈംഗിക താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു അല്ലെങ്കിൽ വല്ലാതെ കുറയുന്നു. സ്വോളൻ ടെസ്റ്റസ്, വൃഷണങ്ങൾ വീങ്ങി വലുതായിരിക്കുന്നു. ഇറ്റ് ബിൽഡസ് വുമൺ ഹു ഹാവ് ബീൻ സബ്ജക്റ്റ് ടു അബോർഷൻ. ഗർഭഛിത്രത്തിന് വിധേയരാക്കപ്പെട്ട സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ തകർച്ചയെ മറികടക്കാൻ, ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ഔഷധം ഉപകരിക്കും. അബോർഷൻസ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. വളരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഇത് നടക്കുന്നുണ്ട്. അതിനുശേഷം പല സ്ത്രീകൾക്കും കടുത്ത ആരോഗ്യ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചിലരൊക്കെ മരണത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷനിൽ സിംപ്റ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ കാലി സൾഫ് അവർക്ക് വളരെയധികം ഉപകരിക്കും. ആവേഷൻ്റെ കൊയിഷൻ, ലൈംഗികതയോട്, ലൈംഗിക ബന്ധത്തോട് മടുപ്പ്, വിരക്തി. എസ്കോറേഷൻ ഓഫ് ദ ജെൻറ്റാലിയ വിത്ത് ഇച്ചിങ്. ലൈംഗികതയോട് വിരക്തി വരുന്നു. ജെൻറ്റാലിയയിൽ തൊലി ദ്രവിച്ചു പോകുന്ന അവസ്ഥ. വിത്ത് ഇച്ചിങ്. ഇച്ചിങ് ഇറ്റാലിക്സ് ആണ്. ചൊറിച്ചിലും പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. ലുക്കോറിയ, ബേണിംഗ്, എസ്കോറിയേറ്റിംഗ്. അപ്പോൾ വെള്ളപ്പോക്ക്, പൊള്ളലുണ്ടാക്കുന്നു, അവിടെ തൊലി ദ്രവിച്ചു പോകുന്നു. ലുക്കോറിയ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനിഷ്, യെല്ലോ, പ്യൂർലൻറ്റ്, തിക്ക് ഓർ വാട്ടറി. പച്ച നിറം കലർന്ന് വരാം, മഞ്ഞ നിറത്തിൽ വരാം, കട്ടിയായിട്ട് വരാം, വെള്ളം പോലെയും വരാം. വാട്ടറി ഇറ്റാലിക്സിലാണ്. മെൻസസ് ആബ്സെൻറ്റ്, ബ്രൈറ്റ് റെഡ്, കോപ്പിയസ്, ടു സൂൺ ഓർ ടു ലേറ്റ്, ഒഫൻസീവ്, പെയിൻഫുൾ, പ്രൊട്രാക്റ്റഡ്, സ്കാൻഡി, സപ്രസ്ഡ്. ആർത്തവം ഇല്ലാതെ വരാം, നല്ല ബ്രൈറ്റ് റെഡ് ഡിസ്ചാർജ് വരാം, ധാരാളമായിട്ട് വരാം, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വേഗം വേഗം വരാം. ഒന്ന് കഴിഞ്ഞ് അടുത്ത വേഗം വരുന്നു. ടു സൂണും കോപ്പിയസും ഇറ്റാലിക്സാണ്. അല്ലെങ്കിൽ ടു ലേറ്റ്. അപ്പോൾ നമ്മൾ പലതിലും കണ്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് കണ്ടീഷൻസ് പോകുന്നുണ്ട്. ഇവിടെ ടു സൂൺ, ടു ലേറ്റ് രണ്ടും വരുന്നുണ്ട്. രണ്ടും ഇറ്റാലിക്സിലാണ്. ഒഫൻസീവ്, ദുർഗന്ധം ഉണ്ടാവും. പെയിൻഫുൾ, വേദന ഉണ്ടാവും. പെയിൻഫുൾ ഇറ്റാലിക്സിലാണ്. പ്രൊട്രാക്റ്റഡ്, ചിലപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കും. അതിന് സാധാരണ ദിവസങ്ങൾ കൊണ്ട് തീരാതെ നീണ്ടുപോകുന്നു. സ്കാൻഡി, വളരെ കുറച്ച് മാത്രം ഡിസ്ചാർജ് വരാം. സപ്രസ്ഡ്, ചിലപ്പോൾ മെൻസ്ട്രേഷൻ ഇല്ലാതെ സപ്രസ്ഡ് മെൻസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പല സിംറ്റംസിലും കാണുന്നുണ്ട് ഒരേ സിംറ്റത്തിൻ്റെ തന്നെ പലതരം വേരിയേഷൻ, ഓപ്പോസിറ്റ് കണ്ടീഷൻസ്. അപ്പോൾ നല്ല വെൽ പ്രൂവൺ, സ്ട്രോങ്, ഡീപ്പ് ആൻഡ് വൈഡ് ആക്ടിങ് മെഡിസിൻസിൻ്റെ ആണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ വളരെ അധികം പ്രയോഗസാധ്യത ഉള്ളൊരു ഔഷധമാണ് കാലി സൾഫ് എന്നുള്ളതിൻ്റെ സൂചനയാണത്. അപ്പോൾ ജനറൽ കണ്ടീഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, യോജിച്ച് വരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അത് കവർ ചെയ്യും. ഇതിലൊക്കെ വരാത്ത പർട്ടിക്കുലേഴ്സ് ആണെങ്കിൽ പോലും അതിനെ കവർ ചെയ്ത് പോകും. ഹെമറേജ് ഫ്രം ദ യൂട്രസ്, ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവാർച്ച. പെയിൻ ഇൻ യൂട്രസ് ഡ്യൂറിങ് മെൻസസ്, ഗർഭാശയത്തിൽ വേദന ആർത്തവ സമയത്ത്. ബിയറിംഗ് ഡൗൺ ദ പെൽവിസ്, ആ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള അന്തരാവയവങ്ങൾ താഴേക്ക് ഇങ്ങനെ വലിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പോലുള്ള ഒരു അനുഭവം. ബേണിംഗ് ഇൻ ദ ജെൻറ്റാലിയ, ജെൻറ്റാലിയയിൽ പൊള്ളുന്ന അനുഭവം. ലേബർ ലൈക്ക് പെയിൻസ് ഡ്യൂറിങ് മെൻസസ്, ആർത്തവ സമയത്ത് പ്രസവവേദന പോലുള്ള വേദന വരുന്നു. പ്രൊലാപ്സസ് ഓഫ് ദ യൂട്രസ്, നിരവധി സ്ത്രീകളെ, മധ്യവയസ്സിലൊക്കെ എത്തിയ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ, ഒരു പ്രശ്നമാണ് ഗർഭാശയം താഴേക്ക് ഇടിഞ്ഞു വരുന്നൊരവസ്ഥ. കാറ്റർ ഓഫ് ദ എയർ പാസേജസ് വിത്ത് തിക്ക് ഗ്രീനിഷ്, യെല്ലോ ഓർ വൈറ്റ് മ്യൂക്കസ്. എയർ പാസേജസിൽ നമ്മുടെ മൂക്ക് മുതൽ വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ കഫത്തിൻ്റെ പ്രശ്നം, കട്ടിയുള്ള പച്ച നിറത്തിലുള്ളത്, മഞ്ഞ നിറത്തിലുള്ളത്, അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള കഫത്തോടു കൂടിയ. ഡ്രൈനസ് ഇൻ ദ ലാരിങ്സ്, ഈ ലാരിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ സ്വനവേടകത്തിൽ വരണ്ട അവസ്ഥ, റോനസ്, അവിടെ തൊലി പോയാലെന്ന് പോലുള്ള വേദനയും പ്രയാസവും. സോർനസ് ആൻഡ് റഫ്നെസ്, പരുക്കൻ മട്ട്. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്ക്രാപ്പിംഗ് ഇൻ ദ ലാരിങ്സ്. അഗ്രിവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ് അറ്റ് നൈറ്റ് ഇൻ ബെഡ് അണ്ടിൽ മിഡ് നൈറ്റ്. ഓൾമോസ്റ്റ് ഡ്രിവൻ ടു distraction by the necessity of clear the larynx and gets up only white thick mucus. അപ്പോൾ ഈ ലാരിങ്സിൽ സ്ക്രാപ്പിംഗ് ഇങ്ങനെ ചൊറിഞ്ഞ പോലെ, അല്ലെങ്കിൽ തൊലി ഇങ്ങനെ ചുരണ്ടിക്കളയുന്ന പോലത്തെ ഒരു അനുഭവം.
അത് ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കുന്നു, രാത്രിയിൽ കിടക്കാനടുത്ത് വർദ്ധിക്കുന്നു, അർദ്ധരാത്രി വരെയുണ്ട്. ഇത് ഇത് വന്നിട്ട് ഇടയ്ക്ക് എഴുന്നേക്കും ആൾ, കിടക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് ഇത് ഈ കണ്ടശുദ്ധി വരുത്താന്ന് പറയില്ലേ, കണ്ടശുദ്ധി വരുത്താൻ നേരത്ത് ഒരു തിക്ക് വൈറ്റ് മ്യൂക്കസ് കുറച്ച് പോകും. ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ്, ഹോഴ്സ്നെസ്, റിക്കറൻറ്റ് കൊറൈസ വിത്ത് ഇറിറ്റേഷൻ ഇൻ ലാരിങ്സ്, വോയിസ് ലോസ്റ്റ്. ഇതെല്ലാം സംഭവിച്ച് അവസാനം ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ വരുമെന്നർത്ഥം. എവറി കോൾ സെറ്റിൽസ് ഇൻ ദ ലാരിങ്സ്. തണുപ്പടിച്ചാൽ മതി, അപ്പോൾ തണുത്ത വായുവിനൊക്കെ താല്പര്യമുള്ള ആളാണ്, തണുപ്പടിച്ചാൽ മതി, അത് നേരെ പോയി ലാരിങ്സിൽ പോയി ചെന്ന് വീഴും. ആസ്മ അഗ്രിവേറ്റ് ഇൻ വാം റൂം. സാധാരണ തുറന്ന വായുവിലാണ് മിക്കവർക്കും ഈ ആസ്മയുടെ പ്രശ്നം വരുന്നത്, തണുപ്പടിക്കുമ്പോൾ തണുപ്പ് കാലത്തേക്ക്. ഇവിടെ അങ്ങനെയല്ല, ചൂടുള്ള മുറിയിൽ ആസ്മ വർദ്ധിക്കുന്നു. അമീൽറേറ്റ് ഇൻ ഓപ്പൺ എയർ. തുറസായ വായുവിൽ ആസ്മയ്ക്ക് ശമനമുണ്ട്. ഡിസ്നിയ ഈവനിങ് നൈറ്റ് വിത്ത് കോഫ് വിത്ത് ലൈയിങ് വാക്കിംഗ് അമീൽറേറ്റ് ഇൻ ഓപ്പൺ എയർ. അപ്പോൾ ഈ ശ്വാസം മുട്ടലും വിത്ത് കോഫ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ചുമയോടുകൂടി ശ്വാസം മുട്ടൽ വരുന്നു. രാത്രി സന്ധ്യയ്ക്ക് കിടക്കാൻ നേരത്ത് നടക്കാൻ നേരത്ത് അമീൽറേറ്റ് ഇൻ ഓപ്പൺ എയർ, തുറന്ന വായുവിൽ അതിന് ശമനം. റാറ്റ്ലിംഗ് ബ്രീത്തിങ്. ശ്വാസം കഴിക്കുമ്പോൾ ഇങ്ങനെ കുറുങ്ങൽ, കുട്ടികൾക്ക് മറ്റൊക്കെ എപ്പോഴും വരുന്നൊരു പ്രശ്നമായിരുന്നത്, അത് ക്യാപിറ്റലൈസ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. റാറ്റ്ലിംഗ് ബ്രീത്തിങ്. ഷോർട്ട് സഫക്കേറ്റീവ് ബ്രീത്തിങ് ഇൻ എ വാം റൂം. ചൂടുള്ള മുറിയിൽ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഷോർട്ടായിട്ടുള്ള ബ്രീത്തിങ്, പെട്ടെന്ന് ശ്വാസം എടുക്കണം, അത് ചൂടുള്ള മുറിയിൽ അത് വർദ്ധിക്കും. വീസിങ് ഇൻ എ വാം റൂം. വലിവുണ്ട് ചൂടുള്ള മുറിയിൽ, വിസ്ലിംഗ്, ചൂളമടിക്കുന്ന പോലുള്ള ശബ്ദം. കോഫിംഗ് ഇൻ മോർണിംഗ് ഈവനിങ് ഇൻ ബെഡ് നൈറ്റ് അമീൽറേറ്റ് ഇൻ കോൾഡ് എയർ, അമീൽറേറ്റ് ഇൻ ഓപ്പൺ എയർ, അമീൽറേറ്റ് ബൈ കോൾഡ് ഡ്രിങ്ക്സ്. അപ്പോൾ മോർണിംഗും ഈവനിങ് ഇറ്റാലിക്സിലാണ്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ഒക്കെ ചുമ വരുന്നു. ഇൻ ബെഡ് കിടക്കാൻ നേരത്ത് വരുന്നു. നൈറ്റ് ക്യാപിറ്റലാണ്, രാത്രി വൈകിട്ട്. അമീൽറേറ്റ് ഇൻ കോൾഡ് എയർ, തണുത്ത വായു കൊണ്ട് ശമനം. അമീൽറേറ്റ് ഇൻ ഓപ്പൺ എയർ, തുറന്ന വായുവിൽ ശമനം. തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോഴും ശമനം. വളരെ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണിത് ആസ്മയും ചുമയുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ പൊതുവെ മനുഷ്യർ കാണുന്നത് തണുപ്പ് കൊണ്ട് വർദ്ധിക്കുന്നു, തുറസ്വായിൽ വർദ്ധിക്കുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. തണുപ്പും തുറസായ വായുവും തണുത്ത പാനീയങ്ങൾ കൊണ്ടും ശമനമാണുള്ളത്. ചൂടുള്ള മുറിയിൽ, ചൂടിലാണ് ഇതിൻ്റെ, അടച്ചിട്ട മുറിയിലൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. കോഫ് വിത്ത് കൊറൈസ അഗ്രിവേറ്റ് ലൈയിങ്. നീരിളക്കത്തോടു കൂടിയുള്ള ചുമ കിടക്കാൻ നേരത്ത് വർദ്ധിക്കും. ഡ്രൈ ഹോഴ്സ് ക്രോപ്പി കഫ് അറ്റ് നൈറ്റ്. രാത്രി വരണ്ട ചുമയുണ്ട്, വല്ലാതെ കടുത്ത ചുമയൊക്കെ വരുന്നുണ്ട്. കോഫ് അഗ്രിവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കും. ഡ്യൂറിങ് ഫീവർ, പനിയുടെ സമയത്ത് വർദ്ധിക്കും. എക്സോസ്റ്റിംഗ് കോഫ്, ചുമച്ച് ആകെ അങ്ങോട്ട് ഇല്ലാതായി പോകുന്ന പോലെ. ഹോക്കിംഗ് കോഫ്, ലൂസ് കോഫ്, പെരോക്സിസ്മൽ, റാക്കിംഗ് കോഫ്. ചുമയും ചുരുക്കി പറഞ്ഞ എല്ലാ തരത്തിലുമുണ്ട്. അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള മൊഡാലിറ്റി ശ്രദ്ധിച്ചാൽ മതിയാവും. റാറ്റ്ലിംഗ് കോഫ്, റാറ്റ്ലിംഗ് ക്യാപിറ്റലാണ്, കുറുകുന്ന പോലുള്ള ചുമ. സഫക്കേറ്റീവ് കഫ്, ടിക്ലിംഗ് ഇൻ ലാരിങ്സ്, ട്രക്കി ആൻഡ് ഡീപ്പ് ഇൻ ചെസ്റ്റ്. സ്വനവേടകത്തിലും ശ്വസനവേടകത്തിലും ചെസ്റ്റിൻ്റെ ഉള്ളിലും ഒക്കെ ചൊറിച്ചിൽ വരുന്നുണ്ട്. വാം റൂം അഗ്രവേറ്റ്സ് കോഫ്. ഇവിടെ വാം റൂം അഗ്രവേറ്റ്സ് കോഫ് എന്നുള്ളതും ഇറ്റാലിക്സിലാണ്. ചൂടുള്ള മുറി ചുമ വർദ്ധിപ്പിക്കുന്നു. വൂപ്പിംഗ് കോഫ് വിത്ത് യെല്ലോ സ്ലൈം ഓർ യെല്ലോ വാട്ടറി എക്സ്പെക്ട്രേഷൻ. അപ്പോൾ നിലങ്കാര ചുമയുണ്ട്, മഞ്ഞ നിറത്തിലുള്ള കഫത്തോടു കൂടിയ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വെള്ളം പോലുള്ള കഫം വരുന്ന ചുമ. എക്സ്പെക്ട്രേഷൻ ബ്ലഡി, ഡിഫിക്കൽട്ട്, മസ്റ്റ് ബി സോളോഡ്. അപ്പോൾ കഫം, ചുമച്ച് പോകുന്ന കഫം രക്തം കലർന്നാകാം. ഡിഫിക്കൽട്ട് ഇറ്റാലിക്സിലാണ്, പ്രയാസം, കഫം ചുമച്ച് കളയാൻ പ്രയാസം. മസ്റ്റ് ബി സോൾഡ്. അപ്പോൾ എന്ത് പറ്റും? ചുമച്ച് കളയാൻ പ്രയാസം ആയതുകൊണ്ട് അതിനെ വിഴുങ്ങണം, വിഴുങ്ങിലെ തൊണ്ടക്കെട്ടിരിക്കും. ഓർ സ്ലിപ്സ് ബാക്ക്, അല്ലെങ്കിൽ തനിയെ ഉള്ളിലേക്ക് മടങ്ങിപ്പോകും. സ്ലിപ്സ് ബാക്കും ഇറ്റാലിക്സിലാണ്. പ്യുർലൻറ്റ് യെല്ലോ ഓർ ഗ്രീനിഷ്, സ്ലിമ്മി, വാട്ടറി, വിസിഡ്. അപ്പോൾ കഫവും എല്ലാ തരത്തിലും ഉണ്ട്, അതും വളരെ പ്രൊവലൻ്റ് ആയിട്ടാണ്. ആങ്സൈറ്റി ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ ഒരു ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. നെഞ്ചിലും വയറിലും ആണല്ലോ കൂടുതലും, മനസ്സിലുമാണല്ലോ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത്. ആങ്സൈറ്റി ഇറ്റാലിക്സിലാണ്, ഇവിടെ ചെസ്റ്റിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സർപ്രൈസിങ് റെമഡീസ് ഇൻ കാറ്റർ ഓഫ് ദ ചെസ്റ്റ്. നെഞ്ചിലെ കഫക്കെട്ടിന് ഏറ്റവും സർപ്രൈസിങ് റെമഡീസ്, അത്ഭുതകരമായിട്ട് ഫലം തരുന്ന ഔഷധങ്ങളിലൊന്നാണ് കാലിസ് സൾഫ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റി നമുക്കുണ്ട്. ആ മൊഡാലിറ്റി നോക്കി കൊടുക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ഫലം നമുക്ക് പ്രതീക്ഷിക്കാം. റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ് ഫ്രം എവറി കോൾഡ് ചേഞ്ച് ഇൻ ദ വെതർ. കാലാവസ്ഥയിലുണ്ടാകുന്ന, തണുപ്പിലുണ്ടാകുന്ന ഓരോ മാറ്റത്തിൽ നിന്നും ഈ നെഞ്ചിൽ ഈ കുറുങ്ങൽ വരും. എവറി കോൾഡ് ചേഞ്ച് ഇൻ ദ വെതർ,
അപ്പോൾ തണുപ്പിലുണ്ടാകുന്ന മാറ്റം, തണുപ്പ് മെച്ചമാണ്, തണുപ്പ് കൊണ്ട് ആശ്വാസം ഉണ്ടാകും. പക്ഷെ ആ തണുപ്പിൻ്റെ അവസ്ഥയിലൊരു മാറ്റം വരുമ്പോൾ ഓരോ മാറ്റത്തിലും റാറ്റ്ലിംഗ് വരാം. അപ്പോൾ അതിലൊരു സംശയം വരുന്നത് തണുപ്പ് കൊണ്ട് മെച്ചമാണല്ലോ പൊതുവെ ജനറൽ കണ്ടീഷൻ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ കോൾഡ് ചേഞ്ചാണ്. ആ തണുപ്പിൽ തന്നെ സിവിയർ ആവാം, മൈൽഡർ ആവാം. ആ ചേഞ്ചസ് ആണ് ഇവിടെ, ഓരോ ചേഞ്ചുമാണ് ഇവിടെ ഈ റാറ്റ്ലിംഗ് ഉണ്ടാക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ദി ചെസ്റ്റ്, നെഞ്ചിലായി ഇടുങ്ങിയ പോലെ. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ന്യൂമോണിയ ആൻഡ് പ്ലൂറിസി വിൽ ബ്രിങ് ഔട്ട് സിംപ്റ്റംസ് ഓഫ് ദിസ് റെമഡി. ന്യൂമോണിയയുടെ അന്തിമഘട്ടം, പ്ലൂറിസി ശ്വാസകോശത്തിൻ്റെ ആവരണത്തിൻ്റെ വരുന്ന വീക്കം, ഇതിൻ്റെയൊക്കെ അന്തിമഘട്ടത്തിൽ കാലിസൾഫിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഇച്ചിങ് ഓഫ് ദ സ്കിൻ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിലെ തൊലിയിൽ പോലും ചൊറിച്ചിലുണ്ട്. ഇറപ്ഷൻസ്, എക്സീമ, പസ്റ്റ്യൂൾസ്, അവിടെ വരട്ടുചൊറി പോലെ വരുന്നുണ്ട്, പരുക്കൾ വരുന്നുണ്ട്, അതിൽ പഴുപ്പുള്ള പരുക്കൾ വരുന്നുണ്ട്. ഒപ്രഷൻ ഓഫ് ചെസ്റ്റ് ആൻഡ് ഹെമറേജ്, നെഞ്ചിലിങ്ങനെ കെട്ടിയിരിക്കുന്ന പോലെ നെഞ്ചിൽ നിന്ന് രക്തവാർച്ചയും വരാം, ചുമക്കുമ്പോൾ ചോര വരാം. ആഫ്റ്റർ ബ്രോങ്കൈറ്റീസ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ ബ്രോങ്കൈറ്റീസിന് ശേഷം, വെൻ എവറി കോൾഡ് കോസസ് റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ് ആൻഡ് ദർ ഈസ് നോ എക്സ്പെക്ട്രേഷൻ. എക്സ്പെക്ട്രേഷൻ ഇല്ലാതെ, കഫം പോകാതെ തണുപ്പ് നെഞ്ചിലടിച്ചിട്ട് കുറുങ്ങൽ വരുന്ന കുട്ടികളുടെ അവസ്ഥയിൽ ഇത് ഉപകരിക്കും, വിശേഷം ബ്രോങ്കൈറ്റിസിന് ശേഷമാണെങ്കിൽ. അപ്പോൾ നോക്കുക, ലക്ഷണങ്ങളുടെ ഒരു ധാരാളിത്തം കാലിസൾഫിൽ വരുന്നുണ്ടല്ലേ. ലക്ഷണങ്ങളുടെ ഒരു ലക്ഷണത്തിന് തന്നെ എല്ലാവിധ വേരിയേഷൻസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻസും ജനറൽ മൊഡാലിറ്റീസും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെട്ട എല്ലാ രോഗാവസ്ഥകളെയും കാലിസൾഫ് സുഖപ്പെടുത്തും. അപ്പോൾ നമുക്കിതിൻ്റെ അവസാന ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.